എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് അതിലെ പ്രധാന പാഠങ്ങൾ മനസ്സിലാക്കി. നമ്മളൊരു പുസ്തകം വായിച്ച് അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വില നമുക്ക് മനസ്സിലാവുക. ഈ പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള 6 വഴികൾ, അതാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. 1. സാമ്പത്തിക വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പലർക്കും ഇത് അജ്ഞാതമാണ്. സമ്പത്തുണ്ടാക്കാനുള്ള നയങ്ങൾ പഠിക്കുക. ജോലി മാത്രം മതി എന്ന ധാരണ ഒഴിവാക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് പ്രസിദ്ധമായ സാമ്പത്തിക പുസ്തകങ്ങൾ വായിക്കുക. ഉദാഹരണം റിച്ച് ഡാഡ് പൂവർ ഡാഡ്, ദ സൈക്കോളജി ഓഫ് മണി. യൂട്യൂബ് പോഡ്കാസ്റ്റ് വഴി സാമ്പത്തിക വിജ്ഞാനം നേടുക. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ചാനൽസ് കാണുക. ഇതുവരെ നിക്ഷേപം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ചെറിയ തുകയെങ്കിലും മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, FD മുതലായവയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പണത്തിനായി കഷ്ടപ്പെടേണ്ടി വരും. 2. ആസ്തികൾ ഉണ്ടാക്കുക. ബാധ്യതകൾ ഒഴിവാക്കുക. പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ശരിയായി ഉപയോഗിക്കണം. വരുമാനം ലഭിക്കുന്ന ആസ്തികൾ ഉണ്ടാക്കുക. ചെലവ് മാത്രം ഉണ്ടാക്കുന്ന ബാധ്യതകൾ ഒഴിവാക്കുക. പണത്തെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ 3 ലളിത മാർഗങ്ങൾ. 1. നിക്ഷേപം ആരംഭിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് എന്നിവയിൽ ചെറിയ തുകയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. 2. ആസ്തികൾ വാങ്ങുക. റെൻ്റൽ പ്രോപ്പർട്ടീസ്, ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുതലായവ സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കും. 3. പാസീവ് ഇൻകം മാർഗങ്ങൾ തുടങ്ങുക. യൂട്യൂബ് ബ്ലോഗിംഗ്, ഓൺലൈൻ കോഴ്സ്, ഫ്രീലാൻസിംഗ് എന്നിവ വഴി ജോലിയോടൊപ്പം മറ്റൊരു വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കും. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. സമ്പത്തുണ്ടാക്കുന്നവരാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത്. 3. ജോലിയെ മാത്രം ആശ്രയിക്കാതിരിക്കുക. പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. പണത്തിനായി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് കഷ്ടപ്പെടരുത്. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇത് പ്രായോഗികമാക്കാൻ 3 ലളിത മാർഗങ്ങൾ. 1. ജോലി മാത്രമല്ല, സൈഡ് ബിസിനസ് തുടങ്ങുക. യൂട്യൂബ് ബ്ലോഗിംഗ്, ഫ്രീലാൻസിംഗ്, സ്മാൾ ബിസിനസ് തുടങ്ങിയവ ആരംഭിക്കുക. 2. നിക്ഷേപം ആരംഭിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഡിജിറ്റൽ അസറ്റ് എന്നിവയിൽ ചെറിയ തോതിലായാലും ഇൻവെസ്റ്റ് ചെയ്യുക. 3. പാസീവ് ഇൻകം ഉണ്ടാക്കുക. ഓൺലൈൻ കോഴ്സ്, റെൻ്റൽ ഇൻകം, അഫിലിയേറ്റ് മാർക്കറ്റ് മുതലായവ ഉപയോഗിച്ച് നിങ്ങൾ ഉറങ്ങുമ്പോഴും വരുമാനം നേടുക. നിങ്ങൾ ജോലിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കണം. 4. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ എവിടെയാണ്? E. എംപ്ലോയി, ശമ്പളത്തിനായി ജോലി ചെയ്യുന്നു. S. സെൽഫ് എംപ്ലോയിഡ്, ജോലിയില്ലെങ്കിൽ വരുമാനമില്ല. B. ബിസിനസ് ഓണർ, ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിലൂടെ പണം ലഭിക്കുന്നു. I. ഇൻവെസ്റ്റർ, നിക്ഷേപത്തിലൂടെ വരുമാനം ലഭിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ചെയ്യേണ്ടത്: 1. എംപ്ലോയി സെൽഫ് എംപ്ലോയിഡ് ക്വാഡ്രന്റിൽ നിന്നും ബിസിനസ് ഇൻവെസ്റ്റർ ക്വാഡ്രന്റിലേക്ക് മാറുക. 2. സൈഡ് ബിസിനസ് ആരംഭിക്കുക. യൂട്യൂബ് ബ്ലോഗിംഗ്, ഫ്രീലാൻസിംഗ്, സ്മാൾ ബിസിനസ് തുടങ്ങി വരുമാനം സൃഷ്ടിക്കുക. 3. ഇൻവെസ്റ്റിംഗ് ആരംഭിക്കുക. സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, ഡിജിറ്റൽ അസറ്റ് എന്നിവ വഴി പാസീവ് വരുമാനം നേടുക. നിങ്ങൾ പണത്തിനു വേണ്ടി ഓടേണ്ട, നിങ്ങളുടെ പണം തന്നെ നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കാൻ പഠിക്കണം. 5. കടബാധ്യതകൾ ഒഴിവാക്കുക. നല്ല കടം ഉപയോഗിക്കുക. ഗുഡ് ഡെപ്റ്റ് vs ബാഡ് ഡെപ്റ്റ് മനസ്സിലാക്കണം. ബാഡ് ഡെപ്റ്റ് പണം നഷ്ടപ്പെടുത്തുന്ന കടം, കാർ ലോൺസ്, ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ്സ്. ഗുഡ് ഡെപ്റ്റ് വരുമാനം ഉണ്ടാക്കുന്ന കടം, ബിസിനസ് ലോൺസ്, പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നിങ്ങൾ ചെയ്യേണ്ടത്: നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവരാതെ പണം നഷ്ടമാകാൻ കാരണമാകുന്ന കടങ്ങൾ, ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, അനാവശ്യ ലോൺ എന്നിവ ഒഴിവാക്കുക. 2. ആസ്തി ഉണ്ടാക്കാൻ നല്ല കടം ഉപയോഗിക്കുക. ബിസിനസ് ലോൺസ്, റെൻ്റൽ പ്രോപ്പർട്ടീസ്, പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മുതലായവ. പണം ഉണ്ടാക്കാൻ സഹായിക്കുന്നവയ്ക്ക് മാത്രം കടം എടുക്കുക. ഉദാഹരണം, ഒരു ബിസിനസ് ആരംഭിക്കാൻ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിനായി ഒരു വീട് വാങ്ങാൻ. കടം എടുക്കുമ്പോൾ അത് വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നഷ്ടമാകുന്നുണ്ടോ എന്ന് നോക്കണം. 6. സ്ഥിര വരുമാനത്തിൻ്റെ അടിമയാകരുത്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക. ഒരു ജോലിയോ ശമ്പള വരുമാനമോ മാത്രമായി ആശ്രയിക്കരുത്.
ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക. നിങ്ങൾക്ക് സ്വയം വരുമാനമുണ്ടാക്കാൻ കഴിയണം. ചെയ്യേണ്ടത്: 1. 3 തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുക. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, പോർട്ട്ഫോളിയോ ഇൻകം. 2. ചെലവുകൾ കുറയ്ക്കുക. കൂടുതൽ സേവ് ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യുക. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ്, ലക്ഷറി എക്സ്പെൻസ് വെട്ടിക്കുറയ്ക്കുക. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുക. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, റെൻ്റൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവയിൽ നിക്ഷേപിക്കുക. ഒരു തൊഴിൽ മാത്രം ആശ്രയിച്ചാൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ വിവിധ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം. നാം എല്ലാവരും സമ്പത്തുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആഗ്രഹം മാത്രം പോരാ. ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ശരിയായ വഴികൾ പിന്തുടർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു ജോലി തുടങ്ങുന്നത് ജീവിതയാത്രയുടെ തുടക്കം മാത്രമാണ്. ജോലി ജീവിത ലക്ഷ്യമല്ല. അവസാന ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്, സാമ്പത്തികമായും സമയപരമായും. ഇന്ന് തന്നെ ആരംഭിക്കൂ. പഠിക്കുക, നിക്ഷേപിക്കുക, ആസ്തികൾ നിർമ്മിക്കുക, പാസീവ് ഇൻകം സൃഷ്ടിക്കുക. നമുക്ക് മാർഗങ്ങളെല്ലാം മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ ജീവിതം മാറ്റാനാവുന്നത് നമുക്ക് തന്നെയാണ്. ഈ 6 പാഠങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നം സാമ്പത്തിക സ്വാതന്ത്ര്യമാണെങ്കിൽ ഇന്ന് തന്നെ തുടക്കം കുറിക്കൂ. താങ്ക് യു.